നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ സ്വീഡനെ തകർത്ത് ഫ്രാൻസ്. എതിരില്ലാത്ത 3 ഗോളിനാണ് റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ തോൽപ്പിച്ചു വിട്ടത്. ഇതോടെ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് നീങ്ങി. അതേസമയം സ്വീഡൻ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. കളിയിൽ പൂർണ്ണ ആധിപത്യം ഫ്രാൻസിനായിരുന്നു. ഒരു തരത്തിലുള്ള സംശയവും അക്കാര്യത്തിലില്ല. എല്ലാ ഘട്ടത്തിലും എല്ലാ സാഹചര്യത്തിലും ഫ്രാൻസ് തന്നെയായിരുന്നു സ്വീഡന് മേൽ ആധിപത്യം പുലർത്തിയത്. കളിയുടെ 45-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ആദ്യ ഗോൾ അടിച്ചു. പിന്നീട് രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിൽ ബാർക്കോള ആ ഗോളിൻ്റെ മുൻതൂക്കം 2 മാറ്റി. പിന്നെ 74-ാമത്തെ മിനിറ്റിൽ വീണ്ടും കിലിയൻ എംബാപ്പെ ഒരു ഗോൾ കൂടി അടിച്ച് ആ മുൻതൂക്കം 3 മാറ്റി. അങ്ങനെ 3 ഗോളിനാണ് ഫ്രാൻസ് സ്വീഡനെ തോൽപ്പിച്ചത്. കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലിയണൽ മെസ്സിക്കൊപ്പം എത്തി ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ പദവിയിലേക്ക് ഉള്ള ഓട്ടത്തിൽ മത്സരത്തിൽ മെസ്സിയും എംബാപ്പയും ഇപ്പോൾ 6 ഗോൾ വീതമാണ് അടിച്ചിട്ടുള്ളത്. ഇന്ന് 2 ഗോൾ എംബാപ്പെ സ്വീഡനെതിരെ അടിച്ചതോടുകൂടി നേരത്തെ 4 ഗോളായിരുന്നു, അതിപ്പോൾ 6 ഗോളായി മാറി. അർജന്റീനയുടെ ഇതിഹാസം ലയണൽ മെസ്സിയും 6 ഗോൾ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എംബാപ്പയും മെസ്സിയും തമ്മിലുള്ള മത്സരം കടുത്തു എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ റെക്കോർഡ് ഇപ്പോഴും മെസ്സിയുടെ കൈവശം തന്നെയാണ്. 1 ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ 2 ഗോൾ അടിച്ച എംബാപ്പെ 18 ഗോളായി, മെസ്സി 19 ഗോളിൽ നിൽക്കുകയാണ്. എന്തായാലും കളിയിൽ ഫ്രാൻസ് എല്ലാ അർത്ഥത്തിലും സ്വീഡനെ വാരിക്കളഞ്ഞു. ആ കളി അതിഗംഭീരമായിരുന്നു. അത് സ്വാഭാവികമാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. സ്വീഡൻ തീരെ നിറം മങ്ങിപ്പോയി. ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് നീങ്ങിയിരിക്കുന്നു.